നമസ്തേ നമസ്തേ. സിനിമ തീർന്നിട്ട് ഇപ്പോഴുള്ള പ്രശ്നം ഇതൊന്ന് സെൻസർ ചെയ്ത് കിട്ടുക എന്നുള്ള. ഞാന് കഴിഞ്ഞ മാസം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സെൻസർ. ഈ സെൻസറിങ്ങിന് ഇന്ന് നിലവിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ നിങ്ങൾ കാണിച്ചു തരാത്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഈ താഴെ കാണുന്നതാണ് ഓൺലൈൻ പോർട്ടൽ. അവിടെ കാണാം നിങ്ങൾക്ക്. ഈ സിനി പ്രമാൺ, ഈ സിനി പ്രമാൺ മുഖാന്തിരമാണ് നമ്മൾ അപ്പൊ ആദ്യം നമ്മുടെ ബാനർ നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. ആ ആദ്യത്തെ കടമ അടക്കണമെങ്കിൽ തന്നെ ഏകദേശം നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ അഴുത കയറുന്ന പണിയാണ്. എന്താണ് അതിന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് വലിയ കഷ്ടം തോന്നും. അതായത് ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി പ്രൂഫാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് പോസ്റ്റ് ചെയ്ത് ഞാൻ പറയും അത് പോരാ, വേറൊരു ഐഡന്റിറ്റി പ്രൂഫ് വേണം. ആധാറിനേക്കാളും വലിയ ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടോ? എൻ്റെ അറിവിലില്ല. അപ്പൊ അവർ പറഞ്ഞത് പാൻ കാർഡിന്റെ കോപ്പിയാലും മതി. പാൻ കാർഡ് എന്ത് ഐഡന്റിറ്റി പ്രൂഫാണെന്നൊക്കെ അതങ്ങനെ പാൻ കാർഡ് കയറ്റി. അത് ഏകദേശം ഓരോ പ്രവർത്തനങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്തത് അങ്ങനെ അത് കയറ്റി രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ തമിഴ്നാട്ടിൽ നിന്നാണ്. കാരണം കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ പോകണമെങ്കിൽ ഒരു സെന്റ് സ്ഥലം വിറ്റാലേ എനിക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയാൽ എനിക്ക് 25,000 രൂപയ്ക്ക് തമിഴ്നാട്ടിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാം. അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പം അത് വാലിഡ് അല്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ തുടർന്ന് തർക്കമായി. ഞാൻ ഇതിന്റെ ടോപ്പ് ആൾക്കാർക്കൊക്കെ എഴുത്തെഴുതി, ഒരു മറുപടി പോലും വന്നില്ല. അവസാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ ഓടി വന്നു, ഇത് ഓപ്പൺ ചെയ്ത് തന്നു. ഒന്നാം ഘട്ടം കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ ഞാൻ അതിനു മുന്നേ ഇത്രയും കാലം നിലവിലുണ്ടായിരുന്ന പ്രോസസ്സിങ് പറഞ്ഞുതരാം. അപ്പോഴാണ് അതിന്റെ ഗഹനത നിങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. കാരണം ഈ ജനങ്ങൾ അറിയണം ഇതൊക്കെ. നമ്മുടെ BJP ഭരിക്കുന്ന സർക്കാരായാലും ഏത് സർക്കാരായാലും ഇവിടെ കുറെ സിനിമ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ ഇത് നിങ്ങൾക്ക് തലതിരിഞ്ഞാൽ കാണുക. പക്ഷെ ഇതാണ് സാധാരണഗതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം. 4 പേജ് ഉണ്ടാവും. അതായത് നെയിം ഓഫ് ദ വീഡിയോ ഫിലിം, ലാംഗ്വേജ്, റണ്ണിങ് ടൈം, നമ്പർ ഓഫ് കാസറ്റ്, എനി അതർ പർട്ടിക്കുലേഴ്സ്, ഇങ്ങനെ തുടങ്ങി ഒരു 4 പേജ് സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് ഒരു സെൻസറിങ്ങിന് ഉള്ളത്. നിലവിലും അത് തന്നെയാണ് ഏറ്റവും രസം. നിലവിലും അത് തന്നെയാണ്. അങ്ങനെയുള്ള ആ 4 പേജിലുള്ള ആപ്ലിക്കേഷൻ ഫോം ഇന്ന് ഓൺലൈനിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സിനി പ്രണാം, ആ സിനി പ്രണാം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള യൂസർ ഗൈഡാണിത്. 4 പേജുള്ള ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ പറയുന്ന ഓൺലൈനിൽ ഫീഡ് ചെയ്യാനുള്ള അതിന്റെ യൂസർ ഗൈഡ് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ആ യൂസർ ഗൈഡ് എൺപത്തി പേജ്. സാധാരണ ഓൺലൈനിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ഉണ്ടാക്കുന്നത്. അത് ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ആ പേജ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ എന്തൊക്കെ ചോദ്യം വരും, എന്തൊക്കെയാണ് ലിസ്റ്റ് വരിക എന്നറിയാലോ. എന്നാൽ ഇവര് പറയുന്ന ഒരു സിനിമയ്ക്ക് ആകെ കൂടി വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക്.
അതായത് ഈ സൈറ്റിൽ നിങ്ങൾക്കൊക്കെ പോകാവുന്ന സൈറ്റാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അതിൽ ഫാക്സിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ളത്. വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ സർട്ടിഫിക്കേഷൻ ഓഫ് ഫിലിം. ഞാനത് കാണിച്ചു തരാൻ പോവാണ്. താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഫിൽഡ് അപ്പ് ദ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ, അപ്ലോഡ് സിനോപ്സിസ്, അപ്ലോഡ് ടൈപ്പ്ഡ് ലിറിക്സ്, ഓക്കെ, അപ്ലോഡ് ക്രെഡിറ്റ് ടൈറ്റിൽസ് ഓഫ് ദ ഫിലിം, ഡ്യൂറേഷൻ ഓഫ് ദ ഫിലിം, അപ്ലോഡ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്, ഫീസ് അടയ്ക്കണം. 8 ലാബ് ലെറ്റർ ഡിക്ലെയറിംഗ്, നമ്മുടെ പ്രോസസ്സ് ചെയ്ത ലാബ് അല്ലെങ്കിൽ സ്റ്റുഡിയോ ലെറ്റർ. ഇൻ കേസ് ഓഫ് റിവൈസ്ഡ് വേർഷൻ ഫുൾ ഡീറ്റെയിൽസ്, റിവൈസ്ഡ് വേർഷൻ അല്ല, ടൈറ്റിൽ രജിസ്ട്രേഷൻ ലെറ്റർ ഫ്രം ദ കൺസേൺഡ് ചേംബർ, പബ്ലിസിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വാട്ട് എവർ ആപ്ലിക്കബിൾ. ഇത്രയേ ഉള്ളൂ ഇവർ പറയുന്ന രേഖകൾ, സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ. മനസ്സിലായല്ലോ? ഇത്രയും ഇവർ പറയേണ്ട ഈ വെബ്സൈറ്റ് പ്രകാരം ഉള്ളത്. പക്ഷേ ഇതൊക്കെ അവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻഡാസ് വരും. ഇതിൽ നമുക്ക് അറിയാത്ത കുറെ പേപ്പറുകൾ, ആ പേപ്പറുകളൊക്കെ വീണ്ടും നമ്മൾ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഇത് ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പറയുന്ന അഫിഡവിറ്റുകളൊക്കെ ലോഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. അങ്ങനെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് കുത്തിയിരുന്ന് കംപ്ലീറ്റ് പെറുക്കിയപ്പോഴും ഇത്തരം രേഖകൾ സബ്മിറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ക്യൂബിന്റെ ലെറ്റർ സബ്മിറ്റ് ചെയ്യാനുള്ള, അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. അങ്ങനെ 2 ഭ്രാന്തി പിടിച്ച് വീണ്ടും ഞാൻ സെൻസർ ഓഫീസിൽ വിളിച്ചു. അത് എവിടെയെങ്കിലും കയറ്റിയാൽ മതി, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും കയറ്റിയാൽ മതി, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതി. അതിന് അപ്പം യഥാർത്ഥത്തിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ ആവശ്യം ഇതിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വരണമായിരുന്നു. അത് വന്നിട്ടില്ല. അതും കഴിഞ്ഞ് അത് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ അപ്ലോഡ് ചെയ്ത പേപ്പറിൽ ഒപ്പിടണം. കമ്പ്യൂട്ടറിനകത്ത് കയറി ഒപ്പിടാൻ പറ്റും നമുക്ക്. എന്താണ് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസ്? അതിൽ പകുതി ടൈപ്പ്ഡാണ്. ആർട്ടിസ്റ്റുകളുടെ പേര് ടൈപ്പ് ചെയ്ത് ചേർക്കാം, ടെക്നീഷ്യന്റെ പേര് ടൈപ്പ് ചെയ്ത് ചേർക്കാം. അതുകൂടാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പേജ് മേക്കറിലാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുക, അതല്ലെങ്കിൽ വേർഡിൽ ചെയ്യും. എന്നിട്ട് അതിനെ PDF ഫയലാക്കി മാറ്റി PDF ഫയൽ നേരിട്ട് നമ്മൾ അത് നിൽക്കും. അതിന് പകരം അവർ പറയുന്നത് ഈ PDF ഫയലായിട്ട് അത് പ്രിന്റ് ചെയ്തിട്ട് അതിന് പ്രൊഡ്യൂസർ ഒപ്പിട്ടാലേ അത് സ്വീകരിക്കുള്ളൂ. എന്റെ സിനിമയിലെ ആർട്ടിസ്റ്റിന്റെ പേര് കള്ളം കാണിക്കണം. നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സിനിമ കാണുമ്പോൾ അറിഞ്ഞുകൂടെ ഇതിലിട്ട പേര് തന്നെയാണോ? ഒന്ന് ആലോചിച്ചു, ലഘൂകരിക്കുകയാണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്നുള്ളത്. അതോ എന്റെ സിനിമയോട് മാത്രമാണോ? അപ്പൊ ഇതിൽ മറ്റൊരു ഘടകമുള്ളത്, ഞാൻ എറണാകുളത്ത് ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് പോയപ്പോൾ എന്നോട് ചോദിച്ചു, ആരാണ് സെൻസർ ഏജന്റ്? പലരും ചോദിച്ചു. നമ്മൾ സെൻസർ ഏജന്റ് അങ്ങനെയുണ്ട് സാർ. ഇപ്പൊ സെൻസർ ഏജന്റ് ഉണ്ട് സാറ്. 1,00,000 രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി, ബാക്കി എല്ലാവരാക്കി തരും. സംഗതി മനസ്സിലാകുന്നുണ്ടോ? ഈ ലഘൂകരിക്കുന്നതിന് പകരം ഏറ്റവും ഹാർഡായിട്ട് ഇത് ചെയ്തിട്ട് ഇടനിലക്കാരായിട്ട് കുറെ ആൾക്കാർ കേരളത്തിലുണ്ട്. സെൻസർ ചെയ്ത് കൊടുക്കപ്പെടും. അവിശുദ്ധ ബന്ധങ്ങളുണ്ട് അവർക്ക്. ആ അവിശുദ്ധ ബന്ധത്തിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. അതൊക്കെ അവരുണ്ടാക്കിക്കോളും. 1,00,000 രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2,00,000 രൂപ കൊടുത്താൽ മതി. സിനിമയുടെ സെൻസർ കൂടുതൽ കട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അതിനൊക്കെയുള്ള പണം വേറെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ ആരോപണം പറയുന്നില്ല. ഇന്ന് മലയാള സിനിമയിലും സിനിമ എടുക്കുന്ന എല്ലാവർക്കും അറിയാം ഏജൻസി ഉണ്ടെന്ന്. കേവലം ഒരു 10ാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് ഫില്ല് ചെയ്യാവുന്ന 4 പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ 10-17 സിനിമ സെൻസറിങ് വേണ്ടി പോയത്. ഈ പറയുന്ന കുറച്ച് രേഖകളൊന്നുമല്ല, ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്, ആർട്ടിസ്റ്റിന്റെ പേരുകൾ, പാട്ടിന്റെ 2 കോപ്പി, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഈ പ്രമാണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രമാണം വെച്ചിട്ട് നമ്മളെ ഇപ്പൊ ഞാനത് കാണിച്ചു തരാൻ വേണമെങ്കിൽ എൻ്റെ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റുകളൊക്കെ തന്നെയുണ്ട്. ഞാൻ ആദ്യമായിട്ട് 17/5/22 ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതിന്റെ മുന്നേ ഞാനിത് രജിസ്റ്റർ ചെയ്യുന്നത് 1 മാസം മുമ്പാണ്.
രജിസ്റ്റർ ചെയ്തിട്ട് അണ്ടർ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞിട്ട് കുറെ കാലം കിടന്നു. അങ്ങനെ അണ്ടർ സ്ക്രൂട്ടണി കിടന്നപ്പോൾ അതിൽ കംപ്ലൈന്റ് ചെയ്തപ്പോഴാണ് പിന്നീട് സ്ക്രൂട്ടണിയിൽ എന്താ പറയുന്നത്, എൻ്റെ ഐഡന്റിറ്റി കാർഡായിട്ടുള്ള പാൻ കാർഡിന്റെ കോപ്പി ഇല്ലാന്ന് പറഞ്ഞിട്ടാണ്. ആദ്യം പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു, അത് അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ട് പാൻ കാർഡിന്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇതേപോലെ നോട്ടറൈസ് ചെയ്യണം. ഈ കാലത്ത് നമ്മളൊരു പാസ്പോർട്ടിന് പോലും വീട്ടിലിരുന്ന് സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ മതി. അത് പോരാ എന്ന് പറഞ്ഞു. എൻ്റെ ഒപ്പിന് ഒരു വിലയില്ല, ഓരോ പേപ്പറും ഞാൻ നോട്ടറൈസ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഗതികേട്. കാലം ഇത്രയും മാറിയിട്ട് നമ്മൾ നോട്ടറൈസ് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിരന്തരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്നോട് മാത്രം കാണിക്കുന്ന ഒരു പകയാണോ എന്ന് സംശയിക്കാതെ വയ്യ. കാരണം അണ്ടർ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞ് അങ്ങ് അടച്ചിടുക, പിന്നെ ഞാൻ വിളിച്ച് ബഹളം വെക്കുമ്പോൾ അത് തുറക്കുക, എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുക. ഇന്നലെ അവസാനം പറഞ്ഞത് നോട്ടറൈസ് ചെയ്തിട്ടില്ല, ഞാൻ അപ്ലോഡ് ചെയ്തൊക്കെ ശരിയാണ്, നോട്ടറൈസ് ചെയ്തിട്ടില്ല. നോട്ടറൈസ് ചെയ്യണമെന്ന് ഈ എവിടെയും പറയുന്നില്ല. നമ്മുടെ ഈ നിയമവ്യവസ്ഥയുടെ ഒരു റെപ്ലിക്കേഷനാണ് നമ്മുടെ സൈറ്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ. അതിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുകിൽ അതിൽ പറയാൻ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല സാർ എന്ന്. അപ്ഡേറ്റ് ചെയ്യാത്തത് നമ്മുടെ കുറ്റമല്ലല്ലോ. ഇങ്ങനെ മറ്റൊരു കാര്യം പറയുന്നത്, തിരുവനന്തപുരത്തെ ഡയറക്ടർക്ക് 2 ഡ്യൂട്ടി ഉണ്ട്. അവര് ഒരു ഡ്യൂട്ടി ARലും കൂടി ഡ്യൂട്ടി ചെയ്യുന്നു. അത് നമ്മുടെ കുഴപ്പമാണോ? നമ്മളെ സഹിക്കേണ്ട കാര്യമാണോ? അവരെന്തിനാ 2 ഡ്യൂട്ടി ഏറ്റെടുത്തത്? മാഡം, നമ്മൾ ഫോൺ ചെയ്ത മാഡം ഇപ്പൊ വിളിക്കും, മാഡം ജന്മം ചെയ്താൽ വിളിക്കില്ല. നമ്മളൊരു മെയിൽ അയച്ചാൽ മെയിലിന് റിപ്ലൈ കിട്ടില്ല. ഒരു കാര്യവും അവരിങ്ങോട്ട് ആവശ്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ ബലമായ സംശയമുണ്ട് ഇത് നമ്മുടെ 1921 മുതൽ 1921 പുഴ മുതൽ പുഴ വരെ ആ പേരായിരിക്കാം ചിലപ്പോ ഈ കാർക്കശ്യത്തിന്റെ കാര്യം. ഇനി ഏറ്റവും രസകരമായ അവസ്ഥ, ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞത്, ഓൺലൈനിൽ ഇതൊക്കെ ചെയ്തോ, പക്ഷേ ഈ പേപ്പറിലുള്ള ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഓഫീസിൽ എത്തിയാലേ പ്രിവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്യുള്ളൂ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ എന്തിനാണ് ഓൺലൈൻ? തമാശയാണ്, ഭയങ്കര തമാശയാണ്. ഈ നമ്മൾ ഓൺലൈനിൽ കുത്തിപ്പിടിച്ച് ഇതെല്ലാം ഇടിച്ചു കയറ്റി ഓൺലൈനിലാക്കി കഴിഞ്ഞാലും അവര് പറയുന്നു ഇതിന്റെ ഹാർഡ് കോപ്പി ഞങ്ങളുടെ ഓഫീസിൽ എത്തിച്ചാലേ ഇത് സെൻസർ ചെയ്യുള്ളൂ, സെൻസർ ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്യുള്ളൂ. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഓൺലൈനിൽ കുത്തിക്കയറ്റി എല്ലാ പേപ്പറും അവരുടെ ഓഫീസിൽ എത്തിയാലേ സെൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കേൾക്കുന്ന ശ്രമിക്കുന്ന സിനിമക്കാരൊക്കെ ഇത് മനസ്സിലാക്കണം. നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമ എടുക്കുന്നു. ആ ബഡ്ജറ്റ് സിനിമ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 35,000 രൂപ എടുത്ത് ഞാൻ സെൻസറിന് ഫീസ് കൊടുക്കണം, സെൻസറിന് അടയ്ക്കണം. അത് കൂടാതെ ഏജൻസിന് 10-60,000 രൂപ കൊടുത്തുകൊണ്ട് ഒരു സിനിമ സെൻസർ ചെയ്യണോ? നമ്മൾ ഹാർഡ് ഉണ്ടായിട്ടുള്ള മണിയാണ്, കള്ളപ്പണമല്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ 100 രൂപ 200 രൂപ സംഭാവന ചെയ്തിട്ടും കടം തന്നിട്ടുമുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. മമധർമ്മ വിയർപ്പിന്റെ ഗന്ധമുള്ളതാണ് ആ ഓരോ 100ന്റെ നോട്ടിനും. അപ്പൊ അത് കുത്തിയിരുന്ന് ഒരു ഏജൻസി ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്തിട്ടും ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കൂ. ഇന്നലെ എന്നോട് പറഞ്ഞ അത് ടെക്നീഷ്യന്റെ പേരെഴുതിയ പേജിൽ ഒപ്പിട്ടിട്ടില്ല. ഈ ഓൺലൈനിൽ കേട്ടുന്ന സംഗതികൾ, ഈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ പേപ്പർലെസ് എന്നാ പറയുന്നത്. പേപ്പർലെസ്. ഇത് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത്, പേപ്പറിൽ പ്രിന്റ് ചെയ്ത്, ഞാൻ അതിൽ ഒപ്പിട്ട് വീണ്ടും ഞാനത് സ്കാൻ ചെയ്തിട്ട് കയറ്റണം. എങ്ങനെയുണ്ട് ഓൺലൈൻ? ഇപ്പൊ 2 സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളോ അതല്ലെങ്കിൽ
നമ്മുടെ പബ്ലിസിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ നമുക്ക് സാധാരണ രീതിയിൽ സ്കാൻ ചെയ്ത് കയറ്റണം. കാരണം ആ സർട്ടിഫിക്കറ്റ് പുറമാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ. അതല്ലാത്തതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ്. ഈ ഈ പ്രമാണിൽ നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റില്ല, കാരണം അത് രജിസ്റ്റർ ചെയ്യണം, അത് ഓപ്പൺ അല്ല. അതിൽ എന്തൊക്കെ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെ വരും എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും. കാരണം ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ വരും. അത് ഈ സിനിമയായിട്ട് ബന്ധപ്പെടാത്ത കുറെ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അത് ഡബ്ഡ് വേർഷനുള്ളതായിരിക്കും, അതല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തുള്ള സിനിമയ്ക്കുള്ളതായിരിക്കും. ഇങ്ങനെ മാക്സിമം കഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ തമാശ പറഞ്ഞു, 4 പേജ് ഉള്ള ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയ സഹായം. അത് ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലൊന്നും ഇല്ല. അപ്പം ഭാഷ പോലും നമുക്ക് അനുകൂലമല്ല. ഞാൻ പറഞ്ഞേ 89 പേജ് പഠന സഹായി. ഇത് പഠിച്ചു തീർക്കണമെങ്കിൽ ഏകദേശം 1 മാസം എടുക്കും. അങ്ങനെ പഠിച്ചിട്ട് വേണം ഓൺലൈനിൽ ഇത് ഫീഡ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ 2 മാസമായി നമ്മുടെ സിനിമ തീർത്തിട്ട്. ആദ്യം നമ്മളിപ്പോ ക്യൂബിൽ കയറ്റേണ്ട, നേരിട്ട് ഹാർഡ് കോപ്പി കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ഈ ദുരിതമൊക്കെ വന്നപ്പോൾ ഇനി അതിന്റെ പുറകിൽ പോയിട്ട് വിഷമം ഉണ്ടാവണമെന്ന് വെച്ചാൽ അത് കൊണ്ടുപോയി 50,000 അടച്ച് ക്യൂബിൽ കയറ്റി. ക്യൂബിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ചു. അത് സഹിതമാണ് നമ്മളിതിന്റെ പുറകെ പോകുന്നത്. അതുകൊണ്ട് ഇനി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾ നിയമവ്യവസ്ഥയെ ഒന്ന് അറിയിക്കാം എന്ന് തീരുമാനിച്ചു. അല്പം നമ്മുടെ സിനിമ വൈകിയാലും ശരി, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഇത് പോകണം. ഇങ്ങനെ മനുഷ്യരെ കഷ്ടപ്പെടുത്തരുത് ഒരു കാര്യത്തിൽ എന്നുള്ളത്. ഇത് മുൻപുള്ള പോലെ ആ 4 പേജ് ആപ്ലിക്കേഷൻ ഫോമും ഈ പറയുന്ന ഹാർഡായിട്ടുള്ള കോപ്പികളും കൊടുക്കാൻ ഞങ്ങൾ റെഡിയാ. വീടിന്റെ ആധാരം കൂടി കൊണ്ട് കൊടുക്കണമെന്ന് പറയരുത്, വിഷമമുള്ള കാര്യത്തിൽ. ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ കീഴിലുള്ള ഏജൻസി സർവീസുകൾ നിർത്തണം. അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞേക്കാം. ഏജൻസി സർവീസ് ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ എല്ലാ നിർമ്മാതാക്കൾക്കും അറിയാം. ഇതില് ഈ ഏജൻസി സർവീസ് നിർത്താൻ വേണ്ടിയിട്ട് സംഘടനക്ക് വേണമെങ്കിൽ ഇടപെടണം എന്നുള്ളതാണ് അഭിപ്രായം. അത് അവർ ചെയ്യുകയോ ചെയ്യട്ടെ. പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരൻ സിനിമ ചെയ്യുമ്പോൾ അതിൽ ഈ ഓരോ രേഖയും കൊണ്ടുപോയി സാക്ഷ്യപ്പെടുത്തി അതിന് പണം കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ എന്തെങ്കിലും ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ സെക്സ് ഉണ്ടോ, അതൊന്നും ഇപ്പൊ ഒരു പ്രശ്നമല്ലല്ലോ. കാരണം ഈ ചുരുളി വന്നതോടുകൂടി ഇനിയിപ്പോ തെറി പറഞ്ഞാലൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള അവസ്ഥ ചുരുളിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ എന്തിനാണ് സെൻസർ എന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുളിക്ക് സെൻസർ കിട്ടിയില്ലേ, പിന്നെ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുക. ഹൈക്കോടതിയും പറഞ്ഞു തെറിയൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെന്തിനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് വേറൊരു ബുദ്ധിമുട്ട്. എന്തായാലും ശരി, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരനൊരു സിനിമ എടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മളൊരു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരാൾക്കൊരു ഇമെയിൽ അയച്ചാൽ ആ മെയിലിനൊരു മറുപടി കിട്ടുക. ഞാൻ കഴിഞ്ഞ മാസം അയച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടൊരു മെയിലിന് മറുപടി പോലും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും. എന്തെങ്കിലും കാരണം വെച്ചാൽ ഇത് കോടതി ചെന്നിട്ടാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ മുൻപ് പ്രതീക്ഷിച്ചതാണ് നമ്മുടെ സിനിമയ്ക്കെതിരെ ഇങ്ങനെ ദ്രോഹ നടപടികൾ ഉണ്ടാവുമെന്ന്. അതല്ല, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴേ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു ഇമെയിൽ വിടാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നതൊക്കെ ഈ നോട്ടറി സൈൻ ചെയ്യേണ്ടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗതികെട്ട അവസ്ഥയാണ്. നമ്മുടെ വിശ്വാസമില്ലാത്ത, നമ്മുടെ ആധാറും നമ്മുടെ എല്ലാം സമർപ്പിച്ചിട്ട് ആ ഒരു പ്രൊഡ്യൂസറെ വിശ്വാസമില്ലെങ്കിൽ, നോട്ടറിയാണ് കൂടുതൽ വിശ്വാസമുള്ളെങ്കിൽ ഇത് ഈ പറയുന്ന ഫാക്റ്റിലോ അതല്ലെങ്കിൽ ഒന്നിലും പറയുന്നുമില്ല എങ്ങനെയാണ് ഈ പറയുന്ന ഇത് നോട്ടറൈസ് ചെയ്യണമെന്നോ ഒന്നും ഈ രേഖയിൽ ഞാൻ നിരത്തി പിടിച്ചു നോക്കി. നിങ്ങളും നോക്കൂ ഒന്ന്. അതായത്
സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെൻസർ ബോർഡ് അടിച്ചാൽ നമ്മുടെ ആ സൈറ്റ് കിട്ടും. അതിലെവിടെയും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, വേറെയും പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് മനസ്സിലാവില്ല. നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ സിനിമയുടെ മുമ്പിൽ ഒരു പരസ്യം, സിഗരറ്റിന്റെ പരസ്യം. ആ സിഗരറ്റിന്റെ പരസ്യം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അളവ് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു എൻ്റെ സിനിമയുടെ ലെങ്ത് 0 to 0 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 16 അല്ലെങ്കിൽ 3 മണിക്കൂർ 16 മിനിറ്റ് സെൻസർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ലെങ്ത് എൻ്റെ സ്വന്തമാണ്. അതിന് എന്താണ് കോപ്പി റൈറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ സിഗരറ്റിന്റെ പരസ്യം ആഡ് ചെയ്തിട്ട് അതിന്റെ കൗണ്ടറും കൂടി എന്റെ കൗണ്ടറിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ആലോചിച്ച് എൻ്റെ സിനിമയുടെ ലെങ്ത്, മൊത്തം ലെങ്ത്. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി അങ്ങനെ ഒരു കേസ് വരണം, അപ്പോഴേ ഇവര് മനസ്സിലാക്കുള്ളൂ. എൻ്റെ സർട്ടിഫിക്കറ്റ് ലെങ്ത് അനുസരിച്ച് എൻ്റെ സിനിമയുടെ ലെങ്ത് മറ്റാരോ ഉണ്ടാക്കിയ ഒരു പരസ്യമാണത്. അത് അഡിഷനാണ്. യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് കൊടുക്കേണ്ടത് തിയേറ്ററുകാർക്കും അതേപോലെ തന്നെ ഇത് തിയേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന വിഭാഗത്തിനാണ് നിങ്ങളുടെ സിനിമയുടെ മുന്നിൽ ഈ പരസ്യം ഇടണം എന്ന് അവർക്കാണ് നിർദ്ദേശം കൊടുക്കേണ്ടത്, പ്രൊഡ്യൂസറല്ല. എങ്കിലും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ആ ഫൈനലായിട്ട് ലോഡ് ചെയ്യുമ്പോൾ അതങ്ങ് കൊടുത്ത് ലോഡ് ചെയ്യാണ്. ഇത്രയും കാലം അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അതിന് പകരം ഈ സിനിമയുടെ കൂടെ നമ്മൾ ഈ പറഞ്ഞ സെൻസസ് സർട്ടിഫിക്കറ്റ് 10 സെക്കൻഡ് അടക്കം ഈ പരസ്യത്തിന്റെ ലെങ്ത് അടക്കം നമ്മൾ രണ്ടാമത് എഴുതി ഉണ്ടാക്കണം. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷോട്ട് മുതൽ എത്രാമത്തെ സീനിൽ അവസാനത്തെ ഷോട്ട് വരുന്നവരെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കും. ഒന്നാമത്തെ ഷോട്ട് 0 to 10 സെക്കൻഡ് ആണ്, 10 സെക്കൻഡ്. രണ്ടാമത്തെ ഷോട്ട് 10 സെക്കൻഡ് മുതൽ അടുത്തത്. ഇത് വലിയൊരു ഡ്യൂട്ടിയാ. 100-200 പേജുള്ള ഒരു സ്ക്രിപ്റ്റ് ഷോർട്ട് വൈസ് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് അവസാനം ഈ 10 സെക്കൻഡ് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓരോ ഷോട്ടിന്റെയും കൗണ്ടർ മാറും. ഇതറിയാത്ത പമ്പര വിട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. സിനിമയെ സെൻസർ ചെയ്യാനല്ല, പ്രൊഡ്യൂസറെ സെൻസർ ചെയ്ത് കൊല്ലാൻ. അയാൾ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെയൊക്കെ അയാളുടെ പ്രവർത്തനത്തെ തടയാം, എങ്ങനെയൊക്കെ അയാളെ ഓടിക്കാം. ഇനി മറ്റൊന്ന്, ഈ സെൻസർ ബോർഡ്, ഞാൻ സെൻസർ ബോർഡ് മെമ്പറും കൂടിയാണ്. അതാ രസം. എനിക്കൊണ്ടൊരു അനുഭവം പറഞ്ഞുതരാം. അവിടെ ഈ പറയുന്ന വളഞ്ഞ വഴിക്ക് എന്തും നടക്കുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ സെൻസറിങ്ങിന് പോയപ്പോൾ ആ സാധാരണഗതിയിൽ സെൻസർ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ടൈം കോഡ് എന്ന് പറയും. നമ്മുടെ ഓരോ സെക്കൻഡിന്റെയും ടൈം കോഡ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത് കണ്ടില്ല. അപ്പൊ ഞാൻ സെൻസർ ഓഫീസറോട് ചോദിച്ചു, അതെന്താ അതിന്റെ ആവശ്യമില്ല, അത് മറ്റേ ഈ തരുന്ന കോപ്പിയിൽ മതി എന്ന് പറഞ്ഞു. ഞാനത് കരുതി ക്യൂബിൽ കയറ്റാൻ പോയപ്പോൾ ഞാൻ സൂപ്പർ ഇമ്പോസ് ചെയ്തില്ല. അവിടെ ചെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല സാറേ, സൂപ്പർ ഇമ്പോസ് ചെയ്തെന്ന്. അപ്പൊ അവിടെ അന്ന് ഞാൻ കണ്ട സിനിമ, ഈ സൂപ്പർ ഇമ്പോസ് ചെയ്ത സിനിമ അതെങ്ങനെയാണ് അവിടെ പ്രൊജക്ട് ചെയ്തതെന്നുള്ളത് ഈ മാഡം എന്നോട് മറുപടി പറയണം. ഞാൻ മെമ്പറായിരിക്കുന്ന ഞാൻ ഇത് ചോദിച്ച പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഇപ്പം എന്നാ പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മൾ ആ നമ്പർ നോക്കിയിട്ടാണ് എന്ത് കട്ടോ കാര്യങ്ങളോ ഒരു മെമ്പർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ടൈം കോഡ്. അന്ന് ഞാൻ കണ്ട സിനിമയ്ക്ക് ടൈം കോഡ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ ഈ ഇങ്ങനെ ഏജൻസി സർവീസ് നടത്തുന്നവർ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളത് അർത്ഥം. എന്തായാലും ഇനി കുറച്ചും കൂടി നിങ്ങൾ നമുക്ക് വേറൊന്നും പറയാനില്ല. സന്തോഷമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദി വേർഷൻസ് വന്നു കഴിഞ്ഞു. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നടന്നു. ഇനിയിപ്പം ഇവര് നമ്മളെ തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മുടെ കൂടെ ആരുമില്ല. നോക്കൂ, ഞാൻ കേൾപ്പിച്ചു തരാം നമ്മുടെ ഹിന്ദി വേർഷൻസ്. ഞാൻ വെറുതെ പറയുന്നതല്ല. गांधी मिलकर भारत पर कब्जा करने वाले हैं। अब गांधी जी को तो अपना देश नहीं चाहिए, तो राजा तो एमिर ही बनेगा ना। तुम्हारे मुंह में भी शक्कर रोशनी नजर आ रही है,
लेकिन जब तेज बारिश होगी तो सब धुंधला हो जाएगा। चलिए अंदर जाकर बैठते हैं। क्यों? बस यूं ही हमें संभल कर रहना चाहिए ना। हाँ तो आप माफला भी पीने लगे क्या? अब और नहीं बनाना, अगर बनाया तो तेरा ही रस निकाल दूंगा। वादा करता हूँ अब नहीं बनाऊंगा, पेड़ पर चढ़ूंगा भी नहीं। नहीं, तुम पेड़ पर चढ़ोगे, नारियल भी तोड़ोगे और उससे ये नहीं बनाओगे। समझ में आई ना मेरी बात? जैसा कहूँ वैसा करना। ठीक है ठीक है। कथा उसे सुनाकर यहाँ हमारे किसी भी हिंदू भाई ने इस्लाम की मान्यताओं पर सवाल नहीं उठाए। हर उरूस पर वो कंधे से कंधा मिलाकर हमारे साथ खड़े रहे। अल्लाह ने कुरान में कहा है कि जन्नत छोटी मालकिन, क्या हो गया? क्या हो गया छोटी मालकिन, बताइए। कोई नहीं रहा चाहते, सबको मार डाला, अरे मामला में मार डाला। हमारे मालिक को क्या कर रही है छोटी मालकिन? क्या हो गया? ഹിന്ദി ഡബിങ് പൂർണ്ണമായി കഴിഞ്ഞ് ഇനി ജനങ്ങൾ കാണേണ്ട ഒരവസ്ഥയുള്ളൂ. ഇതാണ് അവസ്ഥ. എനിക്ക് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും അത് എന്നെ സഹായിച്ച എൻ്റെ സമൂഹത്തോട് പറയുക എന്നുള്ള ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സിനിമയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അയ്യൂബ് ഖാൻ പുഴ മുതൽ പുഴവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എവിടെയാണെന്ന് ചോദിക്കണ്ട, അത് എവിടെയാണ് എന്താണ് എന്നൊക്കെ എന്നെ ശ്രമിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് അയ്യൂബ് ഖാൻ അത് എവിടെയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അയ്യൂബ് ഖാൻ അത് ഇത്ര കീനായിട്ട് നോക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, സന്തോഷുണ്ട്, മനോജ് പാലക്കാട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ 1.5 വർഷം എടുത്തു നമ്മൾ സിനിമയുടെ പൂർത്തീകരണത്തിന്. 1.5 വർഷം. കാരണം ഓരോരുത്തരും അയക്കുന്ന 10 രൂപ, 5 രൂപ, 100 രൂപ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇതിപ്പോൾ ഏകദേശം കാലിയായി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വേറെ വഴികൾ നോക്കണം. സെൻസറിങ് കഴിഞ്ഞതോടുകൂടി തന്നെ സെൻസറിങ്ങിന് നല്ലൊരു തുക മാറും. ഹിന്ദി ഡബിങ്ങിന് 7.5 ലക്ഷം രൂപ എടുത്ത് ഹിന്ദി ഡബിങ്ങിന് പാട്ട് പാടിയിട്ടുണ്ട്. നമ്മുടെ കൈലാസ് ഖേർ ഹിന്ദി പാടി വന്നിട്ടുണ്ട്. മിക്സിങ് കഴിഞ്ഞിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് നമ്മൾ മലയാളമാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഹിന്ദിയും കൂടി ആയപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 10-20 ലക്ഷം രൂപയുടെ അധിക ചെലവ് നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ചെറിയ ഒരു ബഡ്ജറ്റ് നിന്നാണെന്ന് ആലോചിക്കണം. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ 2 ലാംഗ്വേജിൽ നമ്മളിത് തീർത്തു, മാന്യമായിട്ട് തന്നെ. കാരണം ഹിന്ദി ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ കൊടുത്തപ്പോഴൊക്കെ പറഞ്ഞിരുന്നു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ ചെയ്യണം, അത് വെറുതെ ഡബ് ചെയ്തായിട്ട് തോന്നരുത്. അതുകൊണ്ട് മാക്സിമം വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ട് സമയമെടുത്ത് തന്നെ അവർ ചെയ്തു തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സമയമെടുത്ത് തന്നെയാണ് കൈലാസ് ഖേർ പാട്ട് പാടി തന്നിട്ടുള്ളത്. കാരണം നമ്മുടെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ചുകൊണ്ട് അത് മുളച്ചു നിൽക്കാത്ത രീതിയിൽ ഒരു ഹിന്ദി സിനിമ കാണുന്ന രീതിയിൽ തന്നെ കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് സെൻസർ ചെയ്യേണ്ടത് ബോംബെയിലാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇത് സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ബോംബെയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്നൊന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ചെറിയ എപ്പോഴും ഒരു എടുത്തുചാട്ടം എന്ന് പറയാൻ പറ്റില്ല. കാരണം അനീതി കണ്ടാൽ അപ്പോൾ ചോദിക്കുന്നൊരു സ്വഭാവമുണ്ട്. അനീതിയെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സ്വഭാവമുണ്ട് എനിക്ക്. പകരം കുറച്ച് കൈക്കൂലി കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോട്ടെ, ഏജൻസിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണം പോകും, എന്തായാലും ചിലപ്പോൾ നമ്മുടെ പടത്തെ ഉപദ്രവിച്ചേക്കാം. അപ്പോൾ ഈ പറയുന്ന നമുക്കൊരു ഇല്ലാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ
അതിന് നിർബന്ധം പിടിക്കുമ്പോൾ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഈ മേധാവിത്വത്തിന് മുമ്പിൽ തല കുനിച്ചു കൊടുക്കുകയും, അങ്ങനെയാണെങ്കിൽ നമ്മൾ 1921 ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാരുടെയൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണെങ്കിൽ, അതിന് കീഴടങ്ങുകയാണെങ്കിൽ 1921 ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് അങ്ങ് അംഗീകരിച്ച് 21 പൊന്തിയ വാൾ ഇനിയും പൊന്തും അതിലേക്ക് കഴുത്ത് വെച്ച് കൊടുക്കുന്നതായിരുന്നല്ലോ നല്ലത്. അത് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ സിനിമയെ ഇതെടുക്കാൻ തീരുമാനിച്ചതും ഇത്രയും ബുദ്ധിമുട്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ഞാൻ സ്റ്റുഡിയോ തന്നെയാണ്. ഹിന്ദി വന്നു, ആ ഹിന്ദിയുടെ കാര്യങ്ങളൊക്കെ സിങ്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പുറത്ത് പണം കൊടുത്തിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്ത് ചിലപ്പോൾ മടുപ്പ് തോന്നും, ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. 10-20 ആളുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണി തന്നെയാണ്. എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? പുറത്ത് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ്. ഇതിന് പുറത്ത് കൊടുത്തത് ഡബിങ്ങിന്റെ എക്സ്പെൻസ് മാത്രമാണ് പുറത്തേക്ക് പോയത്. അതുകൂടാതെ ആ റീ റെക്കോർഡിങ്ങിന്റെ മ്യൂസിക്കിന്റെ പണവും 5.1 മിക്സിങ്ങും ഇത് മാത്രമാണ് പുറത്ത് ചെയ്തത്. ബാക്കിയൊക്കെ ഈ കണ്ണ് കാണാത്ത ഞാൻ കുത്തിയിരുന്ന് സ്വന്തം വീട്ടിലെ സ്റ്റുഡിയോയിലിരുന്ന് രാവും പകലും ഇരുന്ന് ചെയ്തതാണ്. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായിട്ട് പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമില്ല ഇതിന് പുറത്തിരിക്കുന്നത്. പുറത്തുള്ള നല്ല കാറ്റ് കിട്ടിയിട്ടും കുറേ ദിവസങ്ങളായി. അപ്പം കൂടെ ഉണ്ടാവണം. ഞാൻ ശരിയുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകും. നമുക്കിനിയും ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവണം. ഞാനല്ലെങ്കിൽ വേറെ ആളുണ്ടാക്കണം. ചില നമ്മുടെ മനസ്സിൽ കോറിയിട്ടുള്ള കുറേ കുത്തുവാക്കുകളുണ്ട്. നമ്മളിത് തുടങ്ങിയപ്പം കളിയാക്കിയവരെ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ വീഡിയോ നമ്മളെ അധിക്ഷേപിച്ച വീഡിയോകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പകരം ചോദിക്കുന്നത് കർമ്മം ചെയ്തിട്ടാണ്. ഇടയ്ക്ക് വാര്യമുങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് കേന്ദ്രം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് അലി അക്ബർ ദാ മുങ്ങിയേ എന്ന് പറഞ്ഞ് ആഘോഷം നടത്തിയ കുറെ കമ്മികളൊക്കെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്കും ചില മനസ്സിൽ തട്ടിയ ആയിരക്കണക്കിന് ട്രോളുകൾ ഇറങ്ങിയപ്പോൾ നമ്മൾ മനസ്സിൽ തട്ടിയ കുറേ അപ്പം അത് തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക്? ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് കിട്ടിയ കാശും കൂടി ഞാൻ വീട് വെച്ചു, സിനിമ നടക്കില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഒന്ന് മറുപടി കൊടുക്കണ്ട. നമുക്ക് മറുപടി കൊടുക്കണം. ഇനിയും കൂടെ ഉണ്ടാവണം. ഒരുപക്ഷെ ഒരു അത്ഭുതമാണത് സംഭവിച്ചതൊക്കെ. ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു എനിക്ക്. ഒരു സംഘടനയുടെയും ബലത്തിലല്ലല്ലോ നമ്മൾ തുടങ്ങിയത്. ഞാനും നിങ്ങളും തമ്മിലുള്ള ചില വാക്കുകൾ കൊണ്ട് തുടങ്ങി ആദ്യം ഇവിടം വരെ എത്തി. 2 ഭാഷയിൽ. ചെറിയ കാര്യമൊന്നുമല്ല. ഈ പറയുന്ന വളരെ താഴേക്കടയിലുള്ള ആളുകൾ പണം തന്നിട്ട് ഒരു വലിയ പടം തന്നെയാണ്. ചെറിയ പടമൊന്നുമല്ല. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വലിയ അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ പുറകിലുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നാളെ മറ്റന്നാൾ ഞാനിനി തട്ടിപ്പോയാലും ശരി ഇതിൻ്റെ പൂർത്തിയാക്കി എത്തേണ്ടുന്നിടത്ത് കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച പണത്തോട്
ഞാൻ ചെയ്ത അത് പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ ആ സിനിമ പൂർത്തീകരിച്ചു എന്ന് പറയാനുള്ള ഒരു ധൈര്യമായിട്ട് പറയാനുള്ള അവസ്ഥ ഇന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്നല്ല, ഒരു മാസം മുമ്പ്. പക്ഷേ സെൻസറിങ്ങിന് കൊടുത്തു എന്നുള്ളത് ഞാൻ അത് അടച്ച് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മുന്നോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ കോടതിയിലേക്ക് പോകും. കോടതി ചെന്നിട്ട് കോടതിയിൽ കാര്യങ്ങൾ പറയണം. കാരണം ഇനി നാളെ വരുന്ന നിർമ്മാതാക്കൾക്കും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവരുത്. ഈ ആധുനികവൽക്കരണത്തിൻ്റെ പേരിൽ ഈ കുത്തിയിരുന്ന് പെടാപ്പാട് പെടരുത്. നമുക്ക് പഴയ പോലെ പോവാം. ഏറ്റവും രസകരമായിട്ടുള്ളത് 2010 തിലകനെ വെച്ച് സിനിമ ചെയ്തപ്പോൾ അസോസിയേഷനുകളെല്ലാം തന്നെ എന്നെ പുറത്താക്കുകയും എന്നെ എതിർക്കുകയും ചെയ്തപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് സെൻസർ ചെയ്യുന്നത്, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സെൻസർ ചെയ്യാൻ പറ്റുമോ, ചേംബറിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സെൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നുള്ള ഒരു ഓഫീസറെ പോയി ഞാൻ നേരെ കണ്ടു. ഒരു തമിഴനായിരുന്നു അന്ന് സെൻസർ ഓഫീസർ. അദ്ദേഹം പറഞ്ഞു, സാറേ ഇവിടെ ഒരു അസോസിയേഷൻ്റെയും ഒരു ഇത് വേണ്ട ആവശ്യമൊന്നുമില്ല. പബ്ലിസിറ്റി മെറ്റീരിയൽ അവർ തന്നില്ലെങ്കിലും സാറ് ഇവിടെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നാൽ കണ്ടിട്ട് എനിക്ക് തരാവുന്നേ ഉള്ളൂ. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അന്ന് അച്ഛൻ എന്ന സിനിമയ്ക്ക് സെൻസസ് സർട്ടിഫിക്കറ്റും എല്ലാം തന്നത് ഒരു ഓഫീസറാണ്. അതും മറന്നു പോരുത്. എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ളത് പറയണം. അപ്പോൾ അങ്ങനത്തെ ഓഫീസർമാരുണ്ട്, കൃത്യമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഓഫീസർമാർ. അല്ലാതെ ഒപ്പിട്ടില്ല, ആ പേപ്പറിൽ ഒപ്പിട്ടില്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും ഉണ്ട്. ആപ്ലിക്കേഷൻ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ എൻ്റെ ഒപ്പില്ല. അതവിടെ സെൻസറിങ്ങിന് പോകുമ്പോൾ സാറേ ഇവിടെ ഒപ്പിടാൻ മറന്നു പോകണ്ടല്ലോ, ഒന്ന് ഇട്ടേക്കണേ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരി, സന്തോഷം. എല്ലാവരെയും ഒന്നും കൂടി കണ്ടാൽ